പറയാണ് എങ്ങനെയാണ് ഈ ഭക്തിയെ നോക്കിക്കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ ദുഷ്കർമ്മം കാരണം അത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ രാമ കൃഷ്ണ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്, ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരോടൊരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ നാമജപം കാരണം, അല്ലെങ്കിൽ ഭഗവത് ആരാധന കാരണം, വിഷ്ണു പൂജ കാരണം അവരെ ഒന്ന് ഇഷ്ടം പോലെ അങ്ങോട്ട് അല്ലെ മനസ്സ് തുറന്നു അവരോട് സംസാരിക്കാൻ പോലും, എന്താണ് ഇവർക്ക് സംസാരിക്കാനുള്ളത്? ഇവർക്ക് സംസാരിക്കാനുള്ളത് നാട്ടുവർത്താനം മാത്രമാണ് കേട്ടോ. മറ്റുള്ളവരെ കുറിച്ചുള്ള ദൂഷ്യം പറയുക, പരദൂഷണം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇവർക്ക് ചെയ്യാനുള്ളൂ. ഈ ഭക്തന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കണില്ല, അതിന് സ്വാതന്ത്ര്യം കിട്ടണില്ല, വിഘ്നം വരിക. ഇങ്ങനെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കാത്ത എനിക്ക് കുറെ ബന്ധുക്കളുണ്ട്, ഇങ്ങനെയുള്ള കുറെ ബന്ധുക്കളുണ്ട് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തന്മാരെ ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചവരെ നിന്ദിക്കണു ഗുരുവായൂരപ്പ. പറയുമ്പോൾ വിഷമം തോന്നണു. എന്തായാലും അങ്ങനെ നിന്ദിക്കുകയാണ്. അവിടുത്തെ മഹിമ മനസ്സിലാക്കാതെ അവിടുത്തേലും മതി വെച്ചിട്ടുള്ള, ബുദ്ധി വെച്ചിട്ടുള്ള ഈ ഭക്തന്മാരെ അങ്ങനെ നിന്ദിക്കണു ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള ആൾക്കാരെ പോലെ എന്നെ ആക്കരുതേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 92ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ദശകോരെ ഭഗവാന്റെ കാൽക്കൽ ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നിൻ. ഓം ജനകായ നമ. ഓം ജനന്യൈ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമേ. ഗുരുവായൂരപ്പ ശരണം. 92ാമത്തെ ദശകത്തിൽ നെൽപത്തൂര് കർമ്മമിശ്ര ഭക്തി എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ഭക്തിയുടെ മാഹാത്മ്യത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. നിമി മഹാരാജാവും നവയോഗികളും തമ്മിലുള്ള സംവാദം ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ ഭാഗമാണ്. ആ ഭാഗത്തിലെ ആദ്യത്തെ 4 നവയോഗികളെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശം നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. ഈ ദശകത്തിൽ ഇനി മറ്റുള്ള നവയോഗികളും കൂടി ഉപദേശിക്കുന്ന ഭാഗമാണ് വരുന്നത്. കാര്യമായിട്ട് ഇവിടെ കർമ്മവും ഭക്തിയും രണ്ടും കൂടി എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്, അഥവാ കർമ്മയോഗവും ഭക്തിയോഗവും കൂടി ഒന്നാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുക, അതിൻ്റെ വൈശിഷ്ട്യം എന്താണെന്ന് കാണിച്ചു തരികയാണ്. കാരണം എന്താണ് ഈ ഒരു കർമ്മമിശ്ര ഭക്തി എന്നുള്ള ഭാഗം പറയാൻ കാരണം എന്താണ്? നമ്മളെല്ലാവരും കർമ്മഠന്മാരാണ്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിരക്തി വന്ന് കർമ്മങ്ങളൊക്കെ ഒഴിവാക്കി ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് പറയാൻ പറ്റില്ല, ഉറപ്പില്ല അല്ലെ. വിഷയമല്ല എന്നാണ്. കർമ്മവും ഭക്തിയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന്, കർമ്മയോഗവും ഭക്തിയോഗവും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് എന്നാൽ പിന്നെ ഈ ഒരു രീതിയിൽ ഭഗവാനെ ആരാധിച്ചു നോക്കൂ. അവിടെയും ഭക്തിക്കാണ് കേട്ടോ കൂടുതൽ മഹാത്മ്യം. ഭക്തി എന്തിൽ ചേരണോ അതിൻ്റെയും കൂടി മാറ്റുകൂട്ടണോ എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ കർമ്മയോഗത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അത് തന്നെ 2 വിധത്തിലുണ്ട് എന്ന് പറയുകയാണ്. വൈദിക രീതിയിലുണ്ട്, താന്ത്രിക രീതിയിലുണ്ട്. അതിൽ വൈദിക രീതിയിലുള്ളതിനെ കുറിച്ച് ആദ്യം പറയുന്നു. വേദങ്ങളെ പറയുന്നുണ്ട് നമ്മൾ സകല കർമ്മങ്ങളും ഉപേക്ഷിച്ച്
സകല കർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിലെ മനസ്സ് സമർപ്പിച്ച്, അഥവാ സകല കർമ്മങ്ങളും ചെയ്യണത് ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്തിട്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമായില്ലേ? നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഭഗവാന് പൂജയായിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ, അത് കർമ്മയോഗമായി, അത് ഭഗവാനുള്ള ആ ഒരു സമർപ്പണമായി, ആരാധനയായി. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് കർമ്മം എന്നുള്ള ആ ഒരു ചങ്ങലയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ ആശ്രയിക്കേണ്ട വഴി കാണിച്ചു തരികയാണ്. നൽപതൂര് പറയണു, അങ്ങനെ ചെയ്യാനാണ് ഗുരുവായൂരപ്പ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഒരു പക്ഷേ ഏതെങ്കിലും കർമ്മങ്ങൾ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ ഉള്ള എൻ്റെ മനസ്സ്, ആ ബുദ്ധിയെയും കൂടി ഞാൻ അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുക. എന്നാൽ പിന്നെ ആ കുഴപ്പമില്ല, അല്ലെ ആ ചങ്ങല, ആ ബന്ധനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യണത് എന്തും, എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിതമായിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും, ഗൃഹം വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിലും, ഉദ്യോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അല്ല പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, എന്ത് കർമ്മം, ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും, ആ ഉറങ്ങണതിന് മുൻപ് ഭഗവാനെ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്, അല്ലേ, എൻ്റെ ഈ കർമ്മം കൊണ്ടും അവിടുന്ന് സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് കിടന്നു നോക്കൂ. അപ്പോൾ ആ നിദ്ര എന്നുള്ളത് ആ വേണ്ട വിധത്തിൽ നമുക്ക് ആരോഗ്യത്തിന് വേണ്ട രീതിയിലുള്ള നിദ്ര, അത് ഭഗവാൻ അവിടെ പ്രദാനം ചെയ്യും, അനുഗ്രഹിക്കും ഭഗവാൻ. ആ ഒരു കർമ്മത്തിൽ നിന്നുള്ള ബന്ധനം, ആ ബന്ധനത്തിൽ നിന്നും കൂടി നമ്മൾ വിമുക്തരാവുകയാണെന്ന് അർത്ഥം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇതാണ് വൈദിക രീതിയിലുള്ള ആ കർമ്മയോഗത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇനി താന്ത്രിക രീതിയിൽ എങ്ങനെയാണ്? അത് ഭഗവാനെ ആരാധിക്കുക എന്നുള്ള കർമ്മം തന്നെയാണ്, അല്ലേ? ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾക്ക് ഇഷ്ടമുള്ള സ്വരൂപത്തിൽ ഭഗവാനെ മനസ്സിലോ അഥവാ മണ്ണിലോ കല്ലിലോ ഏത് ഭാവത്തിലായാലും ഭഗവാനെ ആ ഒരു മൂർത്തിയായിക്കൊണ്ട് കണ്ടിട്ട് ആ ഭഗവാന് പൂജാദ്രവ്യങ്ങൾ നേദിച്ചിട്ട്, അല്ലേ, നിത്യവും ആ മുടക്കം വരാതെ ആ ഭഗവാനെ ആ ഒരു ശൈലിയിൽ ആ മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഭഗവാനെ ആരാധിക്കുക എന്നുള്ള ആ ഒരു ക്രിയ, അതിനെയാണ് താന്ത്രിക രീതിയിലുള്ള കർമ്മയോഗം എന്ന് പറയുന്നത്. ഇത് രണ്ടിനും ഒരേപോലെയാണ് ഗുണം എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ കർമ്മയോഗത്തിനെ കുറിച്ച് മെൽപ്പത്തൂര് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ഈ ഭക്തി, നേരത്തെ പറഞ്ഞില്ലേ, ഏത് ഒരു യോഗം, ഏതൊരു മാർഗം, ഭഗവാനിലേക്കുള്ള ഏതൊരു മാർഗമായാലും ശരി, അതിൽ ഭക്തി ചേരുമ്പോൾ അതിന് മാധുര്യം കൂടണു, മാറ്റു കൂടണു. അപ്പൊ ആ ഭക്തിയുടെ മഹാത്മ്യം വീണ്ടും എത്ര പറഞ്ഞിട്ടും മെൽപ്പത്തൂരിന് മതിയാവണില്ല. ആ ഭക്തി ഇല്ലായ്മയുടെ ഒരു ദോഷം, അതിൻ്റെ ഒരു കഷ്ടം, അതാണോ എന്നറിയില്ല. പിന്നീട് മെൽപ്പത്തൂര് ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. എന്താ പറയുന്നത്? സ്ത്രീകള്, അതേപോലെ ശൂദ്രന്മാര്. നോക്കണം, നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ലാതെ അന്ന് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ള കാലഘട്ടത്തിനെ കുറിച്ച് ഒന്ന് ബോധ്യം വരുത്തിയിട്ട് നമ്മൾ ഈ ശ്ലോകത്തിനെ നോക്കി കാണണം കേട്ടോ, തെറ്റായി കാണരുത്. അന്നത്തെ കാലത്ത് ചില സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ഭഗവത് കഥകൾക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല. ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഭാഗ്യോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഭാഗ്യോ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം അതവിടെ നിൽക്കട്ടെ, അവരോട് അനുകമ്പ മാത്രമേ തോന്നുന്നുള്ളൂ എന്നാണ് മെൽപ്പത്തൂര് പറയുന്നത്. എന്നാൽ സാഹചര്യം ഉണ്ടായിട്ട് പോലും പല മറ്റുള്ള ആ സമ്പ്രദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ഈ കഥകൾ, ഈ പുരാണങ്ങൾ, ഈ പറയണ ഭഗവത് ചിന്തകൾ, ഇതിനോട് അവർക്ക് ആക്സസ് ഉണ്ടായിട്ട് പോലും അവിടെ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് ആ ബ്രാഹ്മണര്, ക്ഷത്രിയര് മുതലായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്, പുരുഷന്മാരെ കുറിച്ചാണ്. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നല്ലോ, നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ മേൽപ്പത്തൂര് ഈ നാരായണീയം എഴുതണ കാലഘട്ടത്തില് ചിലർക്ക് ഈ ഭഗവത് കഥകള് സുലഭമായിട്ട് കിട്ടിയിരുന്നു, ചിലർക്ക് ദുർലഭമായിട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ദുർലഭമായി കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കാര്യം അവരോട് അനുകമ്പയാണ് തോന്നുന്നത്, കാരുണ്യാണ് തോന്നുന്നത്, അവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. പക്ഷെ സുലഭമായിട്ട് കിട്ടിയിട്ട് പോലും അതിനെ നിന്ദിച്ച് അവഗണിച്ചു കഴിഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം, വലിയ ദുഃഖമാണ് തോന്നുന്നതെന്നാ. കാരണം ഈ ഭഗവത് കഥകളിലൂടെ അല്ലെങ്കിൽ മന്ത്രങ്ങളിലൂടെ, യാഗങ്ങളിലൂടെ ഒക്കെ ഇതൊക്കെ അവർ ചെയ്യും. എന്തിനാണ്? വൃത്യർത്ഥം. അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതോപാധിക്ക് വേണ്ടിയിട്ട് യാഗങ്ങൾ ചെയ്യുക, പൂജകൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഭഗവത് കഥകളിലേക്ക് ശ്രദ്ധയില്ല, ഭക്തിയിലേക്ക് ശ്രദ്ധയില്ല. ഇതൊക്കെ ഒരു വ്യാപാരമായിട്ട് മാത്രം കൊണ്ടു നടക്കണ ഒരു ശൈലി അന്ന് ഉണ്ടായിരുന്നു, ഈ അറിവൊക്കെ ഉണ്ടായിട്ട് പോലും. അപ്പോൾ ആ ശൈലിയിൽ നടക്കണ അവരെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് വലിയ വിഷമം തോന്നുന്നു ഗുരുവായൂരപ്പ. ഇതിനെ നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ പറ്റും. അന്ന് മേൽപ്പത്തൂര് അങ്ങനെ പറഞ്ഞു, സ്ത്രീകൾക്ക് പറ്റണില്ലാലോ, അല്ലെങ്കിൽ ചില വംശത്തിൽപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് അത് പറ്റണില്ല എന്നാണല്ലോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് എന്തുകൊണ്ടും ഏറ്റവും അധികം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാരാണ് നാരായണി ആയാലും ഭാഗവതായാലും ഒക്കെ ആ ഉച്ചരിക്കുന്നതും അതിലൂടെ ഭഗവാനെ ആരാധിക്കണമൊക്കെ കാണാം. അപ്പൊ കാലഘട്ടം മാറിയെന്നർത്ഥം. അന്ന് മേൽപ്പത്തൂര് പറഞ്ഞ ആ വിഷമം ഗുരുവായൂരപ്പൻ കേട്ടു എന്നർത്ഥം. ഇന്നിപ്പോ എല്ലാവർക്കും സുലഭമാണ്, അല്ലേ? ഒന്ന് നാരായണീയം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം.
നമ്മൾക്ക് ഇപ്പോൾ പുസ്തകം ഇപ്പോൾ നാരായണീയം മാത്രമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. ഇനി അതില്ലാന്നുണ്ട് നമുക്ക് ശ്ലോകം മാത്രമല്ല നമുക്ക് അർത്ഥവും കൂടി മനസ്സിലാക്കി പഠിക്കണം എന്ന് വെച്ചാൽ വനമാല വ്യാഖ്യാനം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ പല പുസ്തകങ്ങളും ഇങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത് വേണ്ട, എത്രയോ അധികം ആചാര്യന്മാരുണ്ട് ഈ കഥകൾ പറഞ്ഞു തരുന്നവർ. ഇന്നത്തെ കാലത്തെ ഒരു ഗുണവും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളുള്ളത് കാരണം അതിൽ എത്രയോ ആൾക്കാർ, എത്രയോ ആചാര്യന്മാർ, എത്രയോ അറിവുള്ള ആൾക്കാർ നമുക്ക് ഈ കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കർമ്മത്തില് മറ്റുള്ള ആ പ്രാപഞ്ചിക കർമ്മത്തിൽ പെട്ടുപോയിട്ട് നമ്മൾക്ക് സുലഭമായിട്ട് പോലും നമ്മൾക്ക് എത്രത്തോളം ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് അല്ലെ. നേരത്തെ മേൽപ്പത്തൂര് പറഞ്ഞതാണ് എങ്ങനെയാണ് കർമ്മയോഗം ചെയ്യേണ്ടത്. കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കൂ, അല്ലെങ്കിൽ ആ ഭഗവാനെ ആരാധിക്കുക എന്നുള്ള കർമ്മം ചെയ്യൂ. 2 തരത്തിലുള്ള മാർഗം പറഞ്ഞു തന്നു. ഈ രണ്ടും നമുക്ക് ചെയ്യാൻ എത്രയധികം തടസ്സങ്ങൾ വരണു ചോദിക്കുകയാണ് മേൽപ്പത്തൂര്. ഇത്രയും സുലഭമായിട്ട് ഭഗവാനെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഹന്തഭാഗ്യം ജനാനാം എന്ന് മേൽപ്പത്തൂര് ആദ്യത്തെ ദശകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ നാരായണീയം കഴിയാനായി, ഇവിടെയും അതന്നെയാ പറയുന്നത്. ഇത്ര സുലഭമായിട്ട് കിട്ടിയിട്ട് പോലും നമ്മൾക്ക് എത്രത്തോളം ആ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഭഗവാന് വിമുഖരായിട്ട് നടക്കണം. എന്തുകൊണ്ടാണ് അവരുടെ വിദ്യയിൽ അഹങ്കരിച്ചും കൊണ്ട് ദൃപ്ത വിദ്യ എന്നാണ് പറയുന്നത്. അതായത് അവരവരുടെ വിദ്യയിൽ തനിക്ക് ഉള്ള അറിവിനെ കുറിച്ച്, ജ്ഞാനത്തിനെ കുറിച്ച് അഹങ്കരിച്ചും കൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കാൻ മറന്നുകൊണ്ട്, ഭക്തി മറന്നുകൊണ്ട് അങ്ങനെ വിമുഖരായിട്ട് നടക്കണ എത്രയോ ആൾക്കാരുണ്ട് ഗുരുവായൂരപ്പ. അങ്ങനെ എന്നെ ആക്കരുതേ, ആ രീതിയിൽ അവരുമായിട്ട് സദൃശനാക്കി എന്നെ മാറ്റരുതേ ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, ചില ആൾക്കാരുണ്ട് ആ പറയാണ് എങ്ങനെയാണ് ഈ ഭക്തിയെ നോക്കിക്കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ദുഷ്കർമ്മം കാരണം അത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ രാമ കൃഷ്ണ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരോടൊരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ നാമജപം കാരണം, അല്ലെങ്കിൽ ഭഗവത് ആരാധന കാരണം, വിഷ്ണു പൂജ കാരണം അവരെ ഒന്ന് ഇഷ്ടം പോലെ അങ്ങോട്ട് അല്ലെ മനസ്സ് തുറന്നൊന്ന് അവരോട് സംസാരിക്കാൻ പോലും, എന്താണ് ഇവർക്ക് സംസാരിക്കാനുള്ളത്? ഇവർക്ക് സംസാരിക്കാനുള്ളത് നാട്ടുവർത്താനം മാത്രമാണ് കേട്ടോ. മറ്റുള്ളവരെ കുറിച്ചുള്ള ദൂഷ്യം പറയുക, പരദൂഷണം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇവർക്ക് ചെയ്യാനുള്ളൂ. ഈ ഭക്തന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ സാധിക്കണില്ല, അതിന് സ്വാതന്ത്ര്യം കിട്ടണില്ല, വിഘ്നം വരിക. ഇങ്ങനെ ആ എന്താണോ ഉദ്ദേശിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കാത്ത എനിക്ക് കുറെ ബന്ധുക്കളുണ്ട്, ഇങ്ങനെയുള്ള കുറെ ബന്ധുക്കളുണ്ട് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തന്മാരെ ഭഗവാനിൽ മനസ്സ് സമർപ്പിച്ചവരെ നിന്ദിക്കണു ഗുരുവായൂരപ്പ. പറയുമ്പോൾ വിഷമം തോന്നണു. എന്തായാലും അങ്ങനെ നിന്ദിക്കുകയാണ്. അവിടുത്തെ മഹിമ മനസ്സിലാക്കാതെ അവിടുത്തേലും മതി വെച്ചിട്ടുള്ള, ബുദ്ധി വെച്ചിട്ടുള്ള ഈ ഭക്തന്മാരെ അങ്ങനെ നിന്ദിക്കണു ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള ആൾക്കാരെ പോലെ എന്നെ ആക്കരുതേ, എന്നെ ആ ഒരു രീതിയിൽ സഞ്ചരിക്കണം, അങ്ങനെയുള്ള ആ മറ്റുള്ള ആ സഹോദരന്മാരെ പോലെ എന്നെ ആക്കരുതേ, എന്നെ അവർക്ക് സദൃശനാക്കി അവിടുന്ന് മാറ്റരുതേ. ഇങ്ങനെ 2 പേരുടെ ഉദാഹരണം 2 തരത്തിലായിട്ട് മേൽപ്പത്തൂര് പറയുകയാണ്. ഭക്തി കയ്യിൽ കിട്ടിയിട്ട് പോലും അതിന് വേണ്ട ആ സുലഭമായിട്ട് പോലും അതിനെ മനസ്സിലാക്കാതെ ഉപേക്ഷിക്കുന്ന ആൾക്കാര്, അതേപോലെ ഈ ഭക്തന്മാരെ കണ്ടിട്ട് അവരെ അവഗണിക്കുക, നിന്ദിക്കുക മുതലായത് ചെയ്യണ ആൾക്കാര്. ഇങ്ങനെ 2 ആൾക്കാരെ കാണുന്നുണ്ട്. അവരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമോ അല്ലെങ്കിൽ വിരോധമൊന്നുമല്ല വരുന്നത്, എനിക്ക് സങ്കടമാണ് വരുന്നത്, അനുകമ്പയാണ് എനിക്ക് തോന്നുന്നത്. അവരെ പോലെ എന്നെ ആക്കി തീർക്കരുതേ ഗുരുവായൂരപ്പ എന്നും അവിടുത്തെ പാദത്തിൽ എനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് മേൽപ്പത്തൂര് ആഗ്രഹിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, എന്തിനാണ് ഭക്തിക്ക് ഇത്രയും പ്രസക്തി പറയണത്, ഈ കാലഘട്ടത്തിൽ അത് എന്തിനാണ് പറയണത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്. 4 തരത്തിലാണ് യുഗങ്ങളുള്ളത്: കൃതം, ത്രേത, ദ്വാപരം, കലി. ഇതിൽ കൃതയുഗത്തിലെ ഭഗവാനെ ആരാധിച്ചിരുന്നത് ശ്വേതവർണ്ണനായും കൊണ്ട് ബ്രഹ്മചാരി വേഷത്തിലുള്ള ഭഗവാനെ മഹർഷിമാരെ ആരാധിച്ചിരുന്നത് തപസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ത്രേതായുഗമായപ്പോഴേക്കും ആരാധനയുടെ ശൈലിക്ക് വ്യത്യാസം വന്നു. ഇവിടെ ഭഗവാൻ അരുണവർണ്ണനായും കൊണ്ട് ചുവന്ന വർണ്ണത്തിലുള്ള ഭഗവാന്റെ യജ്ഞസ്വരൂപനായിട്ടുള്ള ഭഗവാനെയാണ് ആരാധിക്കുന്നത്. ആ ഒരു രീതിയിൽ, ആ ഒരു ശൈലിയിൽ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട്, യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ത്രേതായുഗത്തിലെ ഭഗവാനെ ആരാധിച്ചിരുന്നത്. ദ്വാപര യുഗമായപ്പോഴേക്കും വീണ്ടും ശൈലി മാറി. ശ്യാമളവർണ്ണനായിട്ടുള്ള ഭഗവാനെ, മഹാവിഷ്ണുവിനെ, ചതുർബാഹു സ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പൂജാദികളെ കൊണ്ട്, തന്ത്രയോഗത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രിയകളെ കൊണ്ട്, പൂജാദികളെ കൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചു വന്നിരുന്നത്. എന്നാൽ കലിയുഗത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല, ഒന്നും വേണ്ട. ഈ കലിയുഗത്തിലെ ഭഗവാനെ, മേഘശ്യാമള വർണ്ണനായിട്ടുള്ള ഭഗവാനെ കൃഷ്ണനായും കൊണ്ട് നാമസങ്കീർത്തനത്തിലൂടെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടതെന്നാണ്. നാമസങ്കീർത്തനം ഒന്ന് മാത്രമേ വേണ്ടുള്ളൂ.
ആലോചിച്ച് നോക്കൂ, കൃതയുഗത്തിലാണെന്നുണ്ടെങ്കിൽ എത്രയോ സംവത്സരം തപസ് ചെയ്യണം, എന്നാലേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ത്രേതായുഗം ആയപ്പോഴേക്കും എത്രയോ വർഷക്കാലം തപസ്സല്ല, ക്ഷമിക്കണം, യാഗം, രാജസൂയം മുതലായിട്ടുള്ള യാഗങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? എത്ര വർഷം, എത്ര മാസക്കാലമാണ് അതിൻ്റെയൊക്കെ ഒരു ദീർഘം. അപ്പോൾ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ ദ്വാപരയുഗം ആയപ്പോഴേക്കും അതേ പൂജാ സാമഗ്രികളൊക്കെ കൊണ്ടുവരിക, സമയം അപ്പോഴും കൂടുതലാണെന്ന് മാത്രമല്ല അപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടും പല ശുദ്ധികളെ ഇതൊക്കെ നോക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ കലിയുഗമായി കഴിഞ്ഞാൽ നാമസങ്കീർത്തനം ഒന്ന് മാത്രം മതി. എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് തരത്തിലുള്ള ശുദ്ധിയാണ് വേണ്ടത്? അത് മേൽപ്പത്തൂരനെ പറയുന്നു, ഭക്തി പൂതയി എന്നാ പറയുന്നത്. ഭക്തി എന്നുള്ള ശുദ്ധി അത് മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയുള്ള ശുദ്ധികൾ വേണ്ടാന്നല്ല. പക്ഷെ അതിലൊക്കെ കുറച്ചൊന്ന് അപകടം പറ്റിയാലും കുഴപ്പമില്ല. ഭാവശുദ്ധി, ഭക്തിയാണ് ഹൃദയത്തിലുള്ളത് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ ക്ഷമിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയാണ്, ചെയ്യാന്ന് കാണിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, കലിയുഗത്തിന്റെ പ്രത്യേകത പറഞ്ഞു തരികയാണ്. പിന്നെ പറയാണ്, ഒരു സംശയവുമില്ല, ഈ കലിയുഗത്തിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. മറ്റുള്ള യുഗങ്ങളിൽ ജനിക്കുന്ന ആൾക്കാർ പോലും ആഗ്രഹിക്കണു, സംഭവം കാമയന്തേ, അവരാഗ്രഹിക്കുകയാണ് എനിക്ക് ഈ യുഗത്തിൽ ജനിക്കാൻ പറ്റിയില്ലല്ലോ. കാരണം അത്ര സുലഭമായിട്ട് ഭഗവാന് കിട്ടാൻ ഇത്ര നല്ലൊരു സമയം, ഇത്ര നല്ലൊരു കാലഘട്ടം വേറെ ഇല്ല എന്നാ പറയുന്നത്. എന്നാൽ ഞാനാവട്ടെ ഗുരുവായൂരപ്പ, മേൽപ്പത്തൂര് പറയാണ്, ഈ കലിയുഗത്തിൽ വന്ന് ജനിച്ചു, എന്തോ ഭാഗ്യം കൊണ്ട്, സുഹൃതം കൊണ്ട് ഈ മറ്റുള്ള യുഗത്തിൽ ജനിക്കുന്ന ആൾക്കാർ പോലും മോഹിക്കണ ആ കലിയുഗത്തിൽ ഞാൻ വന്ന് ജനിച്ചു. എന്നാലും എൻ്റെ ഗുരുവായൂരപ്പ, വിഷയങ്ങള് അല്ലെ, വിഷയമാകുന്ന വിഷത്തിൽ പെടുത്തിയിട്ട് എന്നെ വഞ്ചിക്കരുതേ ഗുരുവായൂരപ്പ എന്നാണ് മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥന. ഈ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രാപഞ്ചിക വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഉലഞ്ഞു പോവും നമ്മൾ, അതിൽ പെട്ടുപോകും നമ്മൾ, ഭഗവാനെ മറക്കും, ഭക്തി മറക്കും. അപ്പോൾ ആ രീതിയിൽ എന്നെ അങ്ങനെ വഞ്ചിക്കരുതേ ഗുരുവായൂരപ്പ, ആ ഒരു വിഷത്തില് മുക്കിയും കൊണ്ട് എന്നെ വഞ്ചിക്കരുതേ ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. പിന്നീട് പറയുന്നു, ഈ കലിയുഗത്തിന്റെ പ്രത്യേകത ഈ അനേകം ഭക്തന്മാരെ വർദ്ധിച്ച് വരണ കാലഘട്ടം തന്നെയാണ് മേൽപ്പത്തൂര് പറയുന്നത്. പ്രാദേശികമായിട്ട് പറയുന്നുണ്ട്, ഭാരതത്തിലെ തന്നെ ഭക്തന്മാർക്ക് എണ്ണം കൂടുതലാണ് കലിയുഗത്തില്. മാത്രമല്ല ദ്രാവിഡ പ്രദേശത്തേക്ക് വരുമ്പോൾ അവിടെ വർദ്ധിക്കണു. പിന്നീട് അനേകം നദികളുടെ പേര് പറയുന്നുണ്ട് ഇവിടെ, താമ്രവർണി, കാവേരി, നിള മുതലായിട്ടുള്ള അനേകം നദികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നദികളുടെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിൽ ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭക്തി ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഭഗവാനെ, ഞാൻ ഈ നദികളുടെയൊക്കെ ഏകദേശം മധ്യഭാഗത്ത് പ്രദേശത്ത് വന്ന് ജനിച്ച ആളാണ്. അതുകൊണ്ട് കുറച്ചൊരു ഭക്തിരസം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പേടിയാണ് എന്നാണ്, അവിടുത്തെ മായയിൽ പെട്ട് ഞാൻ വീണ്ടും വിഷയത്തിന്റെ പിന്നാലെ പോവും. അത് പോവാതെ അങ്ങ് തടയണേ, അങ്ങ് രക്ഷിക്കണേ എന്ന് പറയുകയാണ്. പിന്നെ പറയാണ് മേൽപ്പത്തൂര്, പണ്ട് ഈ കലിയുഗത്തിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കലിക്ക് വേറൊരു ദോഷം ഉണ്ടെന്നാ. കലിക്ക് എന്താ നമ്മൾ ദോഷം പറയുക? ഈ ഒരു സംഭവം തന്നെ, വിഷയങ്ങളുടെ പിന്നാലെ പോവാനുള്ള ആ ഒരു ത്വര അത് കൂടും കലിയുഗത്തിൽ അല്ലെ. എത്ര എളുപ്പമാണ് ഒരു മാർഗം എന്ന് പറഞ്ഞാലും അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധം ഉണ്ടാവും അല്ലെ. ആ ഒരു അർത്ഥത്തിൽ പറയുകയാണ് പണ്ട് ഈ ദുഷ്ടനായ കലിയെ, കാരണം ഈ ഭക്തന്മാരുടെ ഹൃദയത്തിനെ വ്യതിചലിപ്പിക്കാൻ ശക്തിയുള്ള ഈ കലിയെ പണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് പിടിച്ചിട്ട് വധിക്കാൻ പുറപ്പെട്ടതാണ്. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തില് ധർമ്മവും ഭൂമിദേവിയും തമ്മിലുള്ള സംവാദത്തിൽ അവിടെ പറയുന്നുണ്ട്, ഈ പരീക്ഷിത്ത് ഈ ദുഷ്ടനായിട്ടുള്ള ഈ കലിയെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്ന സമയത്ത് കാൽക്കൽ വന്ന് വീഴുന്നതും സ്ഥാനങ്ങൾ ചോദിച്ചതും അങ്ങനെ സ്ഥാനങ്ങൾ കൊടുത്തതും അവിടെ ഇരിക്കാൻ പറഞ്ഞതും ഇതേ കലി തന്നെ പരീക്ഷത്തിനെ തന്നെ ബാധിച്ചതുമായിട്ടുള്ള കഥ ഭാഗവതത്തിൽ സുപ്രസിദ്ധമാണ്. അന്ന് ആ കലിക്ക് ഒരു ഗുണമുണ്ട്. എന്താണ് ഗുണം? നേരത്തെ പറഞ്ഞ ഗുണമാണ്, മറ്റു 3 യുഗങ്ങളെക്കാളും ഏറ്റവും സുലഭമായിട്ട് മോക്ഷം സാധിക്കാൻ, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു മികവ് അത് കലിക്കുണ്ട്. അത് കാരണം ആ കലിയെ അന്ന് വെറുതെ വിട്ടതായിരുന്നു ഈ പരീക്ഷിത്ത് മഹാരാജാവ്. പക്ഷെ ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയോട് പറയുകയാണ്, ഈ കലിക്ക് ദോഷമുണ്ട് എന്നാണ്. ഭക്തിയുണ്ട്, ഭക്തന്മാരാണെന്നുണ്ടെങ്കിലും അവരെ രോഗങ്ങൾ മുതലായിട്ടുള്ള പ്രാരബ്ധത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഭക്തിക്ക് ഒരു മാർഗം തരാതെ അല്ലെ, ഭഗവാനോട് അടുക്കാനുള്ള ഒരു അവസരം തരാതെ ഈ കലി ബുദ്ധിമുട്ടിക്കണു. അത് കാരണം ഈ കലിയെ അങ്ങ് ശിക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് പറയാണ്. പിന്നീട് പറയണു, മേൽപ്പത്തൂര് പറയാണ്, ഈ ഭക്തിയെ കുറിച്ച് തന്നെ പറയുന്ന സമയത്ത് പറയാണ്, ഏത് രീതിയിലാണ് 8 സാമഗ്രികൾ അല്ലെങ്കിൽ 8 വസ്തുക്കൾ, ഇവയെക്കുറിച്ച് ചിന്തിക്കുക, ഇവയെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുപ്രീതി കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഈ ദശകത്തിലാണ് വരുന്നത്. ഗംഗാ ഗീതാ ച ഗായത്രി ച തുളസികാ ഗോപികാ ചന്ദനം തത്സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശി നാമവർണ. എന്താണ് 8 ഗംഗാദേവി, ഗീത എന്നിട്ടുള്ള സുപ്രസിദ്ധമായിട്ടുള്ള ഭഗവത്ഗീത, ആ കൃഷ്ണ അർജുന സംവാദം വരണ ആ ഗീത എന്നുള്ള ആ ദിവ്യമായിട്ടുള്ള ഗ്രന്ഥഭാഗം അഥവാ മഹാഭാരതത്തിന്റെ ഭാഗമാണ് ഗീത. അങ്ങനെ ഗീത, അതേപോലെ ഗായത്രി, ആ ഗായത്രി ഉച്ചരിക്കുക എന്നുള്ളത്. ഗംഗാ ഗീതാ ച ഗായത്രി അപിച്ച തുളസിക, തുളസി എന്നുള്ള വിശിഷ്ടമായിട്ടുള്ള ആ ഒരു
ചെടിയിലെ ഭഗവാന് തുളസി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് തുല്യാണെന്നാണ് പറയുക. ഭഗവത് പത്നിയായിട്ട് ആരാധിക്കണ അനേകം സംസ്കാരങ്ങൾ ഭാരതത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തുളസി, ഗംഗാ ഗീതാച ഗായത്രപിച്ച തുളസിക ഗോപികാചന്ദനം, ഗോപികാചന്ദനം അതായത് സുഗന്ധദ്രവ്യങ്ങൾ, ഭഗവാന്റെ പ്രസാദമായിട്ട് ലഭിക്കുന്ന ഈ സുഗന്ധദ്രവ്യങ്ങൾ, ഗോപീചന്ദനം. അതേപോലെ പറയാണ് സാളഗ്രാമ പൂജ, അല്ലെ? ആ സാളഗ്രാമത്തിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വിഷ്ണുവിനെ ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിലൂടെ ആ സാളഗ്രാമത്തിനെ പൂജിക്കുന്ന ശൈലികൾ അത് ഉത്തര ഭാരതത്തിലൊക്കെ ഒരുപാടുണ്ട്. സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണ്ണ. പിന്നീട് പറയുന്നതാണ് ഏകാദശി. ഈ ഏകാദശി നോൽക്കുക, ഭഗവാനെ ആരാധിക്കുക, ദ്വാദശി വ്രതം എടുക്കുക എന്നുള്ളതൊക്കെ ഈ 8 ഉപാധികളിലൂടെ ഭഗവാനെ ആരാധിക്കാം. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിഷ്ണു എന്നുള്ള ഭാവത്തിൽ നമ്മളിൽ സന്തോഷിക്കണു, ഭക്തന്മാരിൽ പ്രീതിപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു മാർഗവും കൂടി മേൽപ്പത്തൂർ ഇതിൽ ഒളിപ്പിച്ചു വെച്ചു എന്നർത്ഥം. ഈ 8 കാര്യങ്ങൾ ഓർക്കുക, ഈ 8 വസ്തുക്കളിലൂടെ അല്ലെങ്കിൽ ഉപാധികളിലൂടെ ഭഗവാനെ ആശ്രയിക്കുക, ആരാധിക്കുക എന്നുള്ളത്. പിന്നെ പറയാണ് അവസാനത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയാണ്, ഈ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള കടങ്ങൾ ഉണ്ടാവുന്ന പറയുക. ദേവകടം, ഋഷികടം, അതേപോലെ പിതൃകടം. ഈ 3 കടങ്ങളും വീട്ടണം എന്നാണ് പറയുക. എന്നാൽ ഭഗവാനിലെ സർവാത്മന ആശ്രയിച്ചിട്ടുള്ള ഒരാള് എല്ലാ കൃത്യങ്ങളും ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന് ഗീതയിലെ വാക്യം, ആ ഒരു അർത്ഥത്തില് എല്ലാം പരിത്യജിച്ചും കൊണ്ട് അല്ലെങ്കിൽ ഒന്നിലും ബന്ധം വെക്കാതെ ആയിക്കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്ന ആൾക്കാർക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കർമ്മങ്ങൾ അഥവാ ഈ കടങ്ങൾ, ഈ 3 തരത്തിലുള്ള കടങ്ങളൊന്നും അവരെ ബാധിക്കണില്ല. അയാൾ ബാക്കി വെക്കണ, ഈ മനുഷ്യൻ ബാക്കി വെക്കണ കർമ്മങ്ങൾ അതൊക്കെ തന്നെത്താനെ നശിക്കണു. സാധാരണ നമ്മൾ എന്താ പറയുക, ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മഫലം അനുഭവിക്കാതെ രക്ഷയില്ല എന്നാണ് പറയാ. ഒരു കാലത്തും നമുക്കതിന് രക്ഷയില്ല എന്നാണ് പറയാ. ഇവിടെ മേൽപ്പത്തൂര് രഹസ്യം പറഞ്ഞു തരികയാണ്, ഭഗവാനിലെ സർവാത്മന അർപ്പിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മം വികർമ്മം ഇതൊന്നും അവരെ ബാധിക്കണില്ല എന്ന് മാത്രമല്ല, ഈ 3 തരത്തിലുള്ള ഋണങ്ങൾ, ഋണം എന്ന് പറഞ്ഞാൽ കടം, ഈ 3 തരത്തിലുള്ള ദേവ ഋഷി പിതൃകടം, ഈ 3 കടത്തിൽ നിന്നും കൂടി നമ്മൾ രക്ഷപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ് എല്ലാറ്റിനുമുള്ള ഏറ്റവും വലിയ എന്താ പറയുക സൊല്യൂഷൻ, അല്ലെ? ഉത്തരം അതാണ്. ഭഗവാനാണ് ഏറ്റവും വലിയ ആ മാർഗദർശി. അപ്പൊ ആ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ബാധകമാവണില്ല. നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ ഈ കർമ്മത്തിനെയെല്ലാം അല്ലെങ്കിൽ ആ കർമ്മ പ്രാരബ്ധത്തിനെയെല്ലാം നശിപ്പിക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വലിയ ദുഷ്കർമ്മം ചെയ്ത ആൾക്കായാലും ശരി, മേൽപ്പത്തൂര് ഇട്ട് തരുന്ന ഒരു ഷോർട്ട് കട്ടാണ്, ഒരു രഹസ്യമാണ്. നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഭഗവാനെ ആശ്രയിക്കുക, സർവാത്മന ആശ്രയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷ ഉണ്ട്. നിങ്ങൾക്ക് യാതൊരു കർമ്മബാധയും ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുന്നത്. ഈ ദശകം അതെ ഭഗവാന്റെ കാൽക്കല് നമുക്ക് ചൊല്ലി സമർപ്പിക്കാം. വീണ്ടും അതെ ഓരോ കർമ്മം ചെയ്യണ സമയത്തും കർമ്മ മിശ്ര ഭക്തി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കർമ്മയോഗത്തിലേക്ക് ഭക്തിയെയും കൂടി കൊണ്ടുവരിക. കർമ്മയോഗം എന്ന് വെച്ചാൽ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക. ഭക്തി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹം, പ്രേമം, അതാണ് ഭക്തി. അപ്പൊ ആ പ്രേമത്തോടു കൂടി നമ്മൾ ആ കർമ്മം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്തു നോക്കൂ. അത് തന്നെയാണ് കർമ്മമിശ്ര ഭക്തി. അപ്പൊ ആ ഒരു ഉപാധിയിലൂടെ, ആ ഒരു വഴിയിലൂടെ നമ്മൾക്ക് ഭഗവാനെ ആരാധിക്കാം. അതാണ് മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ദശകവും ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാം. വേദൈ സർവാണി കർമാണ്യ ഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരണ്യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മ വാചാം പ്രവൃത്തി ദുർവർജം ചേദവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ യസ്ത്വന്യഃ കർമ്മമാർഗത്വയി ഭജനമയ തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിതോ ഭക്തിപൂതൈ നിത്യം വർയാം സപര്യാം വിദധദൈ വിഭോ ത്വത്പ്രസാദം ഭജേയം സ്ത്രീശൂദ്രാ ത്വത്കഥാദിശ്രവണവിരഹിതാ ആസതാം തേ ദയാർഹാ ത്വത്പാദാസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹന്തശോചാമ്യശാന്താൻ മൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാമനാകർണയന്തോ ദൃപ്താ വിദ്യാഭിജാത്യൈ കിമുന വിദധതേ താദൃശം മാ കൃഥാ മാം പാപോയം കൃഷ്ണരാമേത്യ
नान्यभिलपति निजं गूहितुं दुश्चरित्रं निर्लज्जस्यास्य वाचा बहुतरकथनीयानि मे विघ्नितानि भ्राता मे वन्ध्यशीलो भजति किल सदा विष्णुमित्थं बुधांस्ते निन्दन्त्युच्चैर्हसन्ति त्वयि निहितमतिं तादृशं मा कृथा मां श्वेतच्छायं कृते त्वां मुनिवरवपुषं प्रीणयन्ते तपोभिः त्रेतायां सृक्सृवाद्यङ्गितमरुणतनुं यज्ञरूपं यजन्ते सेवन्ते तन्त्रमार्गैर्विलसदरिगदं द्वापरे श्यामलाङ्गं नीलं सङ्कीर्तनाद्यैरिह कलिसमये मानुषास्त्वां भजन्ते सोऽयं कालेयकालो जयति मुररिपो यत्र सङ्कीर्तनाद्यै निर्यत्नैरेव मार्गैरखिलधनचिरात् त्वत्प्रसादं भजन्ते जातास्त्रेता कृतादावपि हि किल कलौ सम्भवं कामयन्ते देवास्तत्रैव जातान् विषयविषरसैर्मा विभो वञ्चयास्मान् भक्तास्तावत् कलौ स्युर्द्रमिळभुवि ततो भूरिशस्तत्र चोच्चै कावेरीं ताम्रपर्णीमनु किल कृतमालां च पुण्यां प्रतीचीं हा मामप्येतदन्तर्भवमपि च विभो किञ्चिदञ्जद्रसं त्वयि आशापाशैर्निबद्धभ्रमयन भगवन् पूरय त्वन्निषेवाम् दृष्ट्वा धर्मद्रुहं तं कलिमपकरुणं प्राङ्महीक्षित् परीक्षित् हन्तुं व्याकृष्टखड्गोऽपि न विनिहतवान् सारवेदी गुणांशात् त्वत्सेवाद्याशु सिद्धेदसदिह न तथा त्वत्परे चैष भीरु यत्तु प्रागेव रोगादिभिरपहरते तत्र हा शिक्षयैनम् गङ्गा गीता च गायत्रपि च तुलसिका गोपिका चन्दनं तत्साळग्रामाभिपूजा परपुरुष तथैकादशी नाम वर्णा एतान्यष्टाप्ययत्नान्यै कलिसमये त्वत्प्रसादप्रवृद्ध्या क्षिप्रं मुक्तिप्रदानीप्यभिददुर्षय तेषु मां सज्जयेथा देवर्षीणां पितॄणामपि न पुनर्णी किङ्करो वासभूमन् योऽसौ सर्वात्मना त्वां शरणमुपगत सर्वकृत्यानि हित्वा तस्योत्पन्नं विकर्माप्यखिलमपनुदस्येव चित्तस्थितस्त्वं तन्मे पापोत्थतापान् पवनपुरपतेरुन्धि भक्तिं प्रणीया गुरुवायूरप्पा शरणम्।